Assalamualaikum dear friends, welcome back to Shamys curryworld. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്, ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ സാധനം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നമ്മുടെ ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ആദ്യം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ കുറച്ച് വലിപ്പം കൂടിയ ഉള്ളിയാണ് അതാണ് എടുത്തിട്ടുള്ളത്. ഒരു 15 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ 20 എടുക്കുക. ഇനി ഒരു ഉള്ളി എടുക്കുക, ഇതുപോലെ തിന്നായിട്ട് റൗണ്ട് ആയിട്ട് അരിഞ്ഞെടുക്കുക. ഒരുപാട് കനത്തിൽ നിങ്ങൾ അരിയരുത്, തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. കണ്ടോ, ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ സ്ലൈസറിൽ വെച്ച് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ബാക്കി എല്ലാ ഉള്ളിയും ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇതാ എല്ലാ ഉള്ളിയും ഇതാ തിന്നായിട്ട് ഇതാ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇതായിട്ട് ശർക്കര പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ചധികം കൂടുതൽ വേണമെങ്കിൽ 1.5 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് പാനിയാക്കി എടുക്കാം. ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുമ്പോൾ ശർക്കര ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇതിനെ തിളച്ച് കഴിയുമ്പോൾ ഇത് മെൽറ്റായി വരും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ ശർക്കര എല്ലാം ഒന്ന് തിളച്ച് പാനിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യം അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി 2 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഇതിലോട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ ചൂടാക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അതേ ചൂടോടുകൂടി തന്നെ നമ്മൾ ഒരു അരിപ്പയിലോട്ട് അരിച്ചൊഴിക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം വേണമോ ഇല്ലയോ എന്ന് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. ഇനി അടുത്തതായിട്ട് നോർമൽ വാട്ടർ ആണ്. ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഒഴിച്ചു കൊടുത്ത് നോക്കാം. മുഴുവനായിട്ട് എടുത്ത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. മാവിൻ്റെ മൂപ്പനുസരിച്ച് വേണം വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ കുറച്ചായിട്ട് വേണം ഇത് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ബാക്കി വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായോ ഒന്ന്, കൂടുതലൊന്ന് ലൂസ് ആവാൻ പാടില്ല. ചെറിയ ഒരു കട്ടി വേണം ഈ മാവിന്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ 1 കപ്പ് നോർമൽ വാട്ടറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ പരുവം. കണ്ടല്ലോ, ഇതുപോലെ ഇരിക്കണം. കൂടുതൽ അങ്ങ് ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഉണ്ടല്ലോ, അത് 1 കപ്പുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഏത് കപ്പിനാണോ മാവ് അളന്നെടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടുതലായി പോകാൻ പാടില്ല. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തടുത്തവി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ കൈ കൊണ്ട് നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് തിരുമ്മിയെടുത്ത് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ പരുവം. കണ്ടോ, ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 3 ഏലക്കയുടെ തോടെല്ലാം കളഞ്ഞിട്ടുണ്ട്. അത് ഇതിലോട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഏലക്കയും പഞ്ചസാരയും കൂടിയിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ മാറ്റി വെച്ച മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏലക്ക ഈ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. ഏലക്ക ഡയറക്റ്റായിട്ട് നിങ്ങൾ മിക്സിയിലിട്ട് പൊടിക്കരുത്. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചാൽ നല്ലോണം പൊടിഞ്ഞു കിട്ടും. ഇതൊന്ന് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/4 സ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു പാൻ എടുത്തു. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ആണ്. അതുപോലെ അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് 2-3 പീസായിട്ട് മുറിച്ചിട്ടത് അതും കൂടി ചേർത്ത് കൊടുത്തു.
ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് ഗോൾഡൻ നിറമായി വരണം ഈ അണ്ടിപ്പരിപ്പൊക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉണക്ക തേങ്ങ ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്നും ഇല്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല. വെറുതെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചല്ലോ മാവ്, അത് അങ്ങനെ നേരിട്ട് ചുട്ടെടുത്താലും മതി. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് മൂപ്പിച്ച് അതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഈ ഡിഷ്. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഈ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും മാവിൻ്റെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതേ ചൂടോടുകൂടി തന്നെ ഞാൻ എടുത്തു. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തു. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഇരുമ്പിന്റെ ചട്ടി വെച്ച് കൊടുത്തു. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഇരുമ്പിന്റെ ചട്ടി വേണമെന്നൊന്നുമില്ല. ഫ്രൈ പാനിൽ ഉണ്ടാക്കിയെടുക്കാം. ഫ്രൈ പാൻ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് സ്മൂത്തായിട്ട് ഇളവ് വരികയും ചെയ്യും. അപ്പോൾ നാടൻ ഡിഷ് ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇരുമ്പിന്റെ ചട്ടിയിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇനി ഇത് എല്ലാ വശത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 സ്പൂൺ ഞാൻ എടുത്തു. രണ്ടാമത്തെ സ്പൂൺ, മൂന്നാമത്തെ സ്പൂൺ മതി. 3 സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന്റെ പുറത്ത് അണ്ടിപ്പരിപ്പോ കിസ്മിസോ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചു കൊടുക്കാം. അപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും അതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഫ്ലെയിം കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു കണ്ണാപ്പ വെച്ച് നമുക്ക് പതുക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാ ആയിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. ഇനി ഒരു പാത്രത്തിലോട്ട് ഇതാ മാറ്റി കൊടുക്കാം. ഇത് മുറിച്ചെടുക്കാം. അപ്പൊ ദാ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ദാ ഉള്ളിയപ്പം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പീസ് എടുക്കാം. അപ്പോൾ അതാ ഉള്ളിയപ്പം എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ ഒരു ഉള്ളിയപ്പത്തിൻ്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്